MSN ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ വളരെ മോശമായ രീതിയിലായിരുന്നു കളിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ ആരാധകരും ബ്ലാസ്റ്റേഴ്സിനെ കൈവിട്ട ഒരു അവസ്ഥയായിരുന്നു. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇപ്പോഴത്തെ CEO ആയിട്ടുള്ള അഭിക് ചാറ്റർജിയെ പുറത്താക്കിക്കൊണ്ട് ഒരു പുതിയ CEOയെ ഇപ്പോൾ എത്തിക്കാനാണ് ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നത്. ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് IFT ന്യൂസ് മീഡിയയാണ്. ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിൽ പുതിയ CEO ആയിട്ട് കൊണ്ടുവരാൻ പോകുന്നത് മന്ദർ തമഹാനെയാണ്. നമുക്കറിയാം ഇപ്പോൾ ആ വ്യക്തി നിൽക്കുന്നത് നോർത്ത് ഈസ്റ്റിൻ്റെ CEO ആയിട്ടാണ്. അതുകൊണ്ട് അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ CEO ആയിട്ടാണ് ഇപ്പോൾ മന്ദർ തമഹാനെ എത്തിക്കാൻ ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം മന്ദർ തമഹാനെ മുമ്പ് ആഷ്ലി വെസ്റ്റ്വുഡിനൊപ്പം ബംഗളൂരു FCയിൽ ഉണ്ടായിരുന്നു. അന്ന് മികച്ച പ്രകടനമായിരുന്നു ബംഗളൂരു FC അവിടെ കളി കാഴ്ചവെച്ചിരുന്നത്. അന്ന് ബംഗളൂരു FC നിരവധി കിരീടങ്ങൾ ഈ CEOയുടെ കീഴിൽ നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ CEO പോയതിനു ശേഷം ബംഗളൂരു FCക്ക് ഒരു കിരീടവും ഇതുവരെ നിലവിലില്ല. അതുകൊണ്ട് തന്നെ ഈ CEO ഇപ്പോൾ എത്തിക്കാനാണ് ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നത്. നമുക്കറിയാം ഇപ്പോൾ നിലവിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ CEO ആയിട്ടുള്ള അഭിക് ചാറ്റർജി ബ്ലാസ്റ്റേഴ്സിൽ വന്നതിന് ശേഷം ബ്ലാസ്റ്റേഴ്സ് വളരെ മോശമായ രീതിയിലായിരുന്നു കളിച്ചിരുന്നത്. താരങ്ങളെ കൊണ്ടുവരുന്ന കാര്യത്തിലും അതുപോലെ പല കാര്യങ്ങളിലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇപ്പോഴത്തെ CEO ആയിട്ടുള്ള അഭിക് ചാറ്റർജി വന്നതിന് ശേഷം ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിൽ നിരവധി പ്രശ്നങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അടുത്ത സീസണിൽ ഒരു പുതിയ CEO ഇപ്പോൾ വരാൻ സാധ്യതയുണ്ട് എന്നാണ് IFT ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൻ്റെ തുടക്കത്തിൽ വളരെ മോശമായ രീതിയിലായിരുന്നു കളിച്ചിരുന്നത്. അങ്ങനെ ഡേവിഡ് കാറ്റലിയെ പുറത്താക്കിക്കൊണ്ട് ആഷ്ലി വെസ്റ്റ്വുഡിനെ കൊണ്ടുവരികയായിരുന്നു ബ്ലാസ്റ്റേഴ്സ്. അതിനുശേഷം ബ്ലാസ്റ്റേഴ്സ് മികച്ച രീതിയിലായിരുന്നു കളിച്ചിരുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ISL ടേബിളിൽ നിൽക്കുന്നത് 9ാം സ്ഥാനത്ത് ആണ്. 11 മത്സരങ്ങളിൽ നിന്ന് 11 പോയിന്റ് നേടിക്കൊണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം ആഷ്ലി വെസ്റ്റ്വുഡ് വന്നതിന് ശേഷമാണ് ബ്ലാസ്റ്റേഴ്സിനെ വിജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. ആഷ്ലി വെസ്റ്റ്വുഡ് വന്നതിന് ശേഷം ബ്ലാസ്റ്റേഴ്സിന് 3 വിജയമാണ്. അതുപോലെ തന്നെ 1 തോൽവി, 1 സമനില എന്നിങ്ങനെയാണ്. ആഷ്ലി വെസ്റ്റ്വുഡ് വന്നതിന് ശേഷം ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിൽ നിരവധി മാറ്റങ്ങളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അടുത്ത സീസണിലും ആഷ്ലി വെസ്റ്റ്വുഡ് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുഖ്യ പരിശീലകനായി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. നമുക്കറിയാം ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റും വലിയ പ്രശ്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത സീസണിൽ ടീമിൽ ചില മാറ്റങ്ങൾ വരുത്തും എന്ന് ഉറപ്പ് തന്നെയാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.